അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം അവിടെ കാല് കുത്തിയ ഉടൻ തന്നെ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ടോക്കിയോയിൽ ഞാൻ വിമാനമിറങ്ങി. ഇന്ത്യയും ജപ്പാനും വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് തുടരുന്നതുകൊണ്ട് ഈ സന്ദർശന വേളയിൽ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇഷിബയുമായും മറ്റുള്ളവരുമായിട്ട് ഞാൻ ഇടപഴകാൻ ആഗ്രഹിക്കുകയാണ്. അതുവഴി നിലവിലുള്ള പങ്കാളിത്തങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനും സഹകരണത്തിൻ്റെ പുതിയ സാധ്യതകളും മേഖലകളും തുറന്നിടാനും ആഗ്രഹിക്കുന്നു. ഇത് അവസരം നൽകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെ, കൃത്യമായും അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. നമുക്കുമേൽ ഒരു ഉപരോധത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇന്ത്യയെ എങ്ങനെയും അടിച്ചമർത്താം എന്നുള്ള രീതിയിലേക്ക് അമേരിക്കയുടെ താല്പര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് മറ്റു വഴികൾ തേടേണ്ടി വരും. മറ്റു വഴികൾ തേടേണ്ടി വരുമ്പോൾ അതിൽ കെറിവ് കൊണ്ടിട്ട് കാര്യവുമില്ല. ഇതേ അമേരിക്ക റഷ്യയുമായിട്ട് വമ്പൻ പ്രോജക്റ്റുകളിൽ ഏർപ്പെടുകയും ഇതേ രീതിയിൽ റഷ്യൻ ക്രൂഡ് വാങ്ങുന്ന ചൈനയ്ക്ക് നേരെ ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. നമുക്ക് മേൽ മാത്രം എന്തുകൊണ്ട് അമേരിക്കൻ കണ്ണ് ഇങ്ങനെ ആഴത്തിൽ പതിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അസൂയ കൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു രാജ്യത്തിൻ്റെ വളർച്ച, ഇന്ത്യ ഇത്രത്തോളം ഫാസ്റ്റായിട്ട് വളരുമെന്ന് ഒരിക്കലും അമേരിക്ക പോലൊരു രാജ്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ചെന്നിറങ്ങുമ്പോൾ സ്വാഗതം ചെയ്തത് എങ്ങനെയാണ്? അതും വളരെ രസകരമായിട്ടുള്ള കൗതുകമുള്ള കാര്യമാണ്. അവിടെ ഗായത്രി മന്ത്രങ്ങളും ഒക്കെ ഉരുവിട്ടുകൊണ്ടാണ്, ക്ലാസിക്കൽ നൃത്തങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അതായത് ഭാരതീയ സംസ്കാരത്തെ അവർ ഒന്നടങ്കം അവരിലേക്ക് ആവാഹിക്കുന്ന തരത്തിലാണ് ജപ്പാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിയ സ്വീകരണം എന്നുള്ളത്. നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്ന ഒരു കാര്യം, മെലോണിയ, ട്രംപിൻ്റെ ഭാര്യ മെലോണിയ നമസ്തേ പറഞ്ഞതും ഒക്കെ നമ്മുടെ കൺമുൻപിലൂടെ പോകുന്നുണ്ട്. കാരണം ഭാരതീയ സംസ്കാരത്തിന് അത്രയേറെ ആഴത്തിൽ വേരുകളുണ്ട്. അതിനെ ഉൾക്കൊള്ളാതിരിക്കാൻ ആർക്കും കഴിയില്ല. പലതുകൊണ്ടും അവർ ഉൾക്കൊള്ളാതിരിക്കാനുള്ള വഴികൾ തേടുമെങ്കിലും ഏറ്റവും ഒടുവിൽ ആത്യന്തികമായിട്ട് അതിനെ ഉൾക്കൊള്ളേണ്ടി വരുന്ന ഒരു അവസരമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റു രാജ്യങ്ങൾ നമുക്ക് നേരെ സൗഹൃദവുമായി വരുന്ന കാഴ്ച കൂടിയാണ്. നോക്കൂ, എത്ര പെട്ടെന്നാണ് ഈ ഒരു മാറ്റം നമ്മുടെ ഭാരതത്തിൽ സംഭവിച്ചതെന്ന് നോക്കുക. പെട്ടെന്നൊരു ദിവസം ട്രംപ് താരിഫ് ഉയർത്തുന്നു. ആ താരിഫ് ഉയർത്തുന്നത് ആക്ച്വലി നമ്മളെ വീഴ്ത്താനായിരുന്നു. പക്ഷെ നമ്മൾ വീഴുകയല്ല. നമുക്ക് ഇടിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇടിവുകളില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇടിവുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഇടിവ് ഉണ്ടായി, അതായത് നമ്മുടെ സാമ്പത്തിക മേഖലയെ, നമ്മുടെ കർഷകരെ, നമ്മുടെ വ്യാപാരികളെ ഒക്കെയും ഇടിവുണ്ടാക്കുന്ന രീതിയിലേക്ക് അമേരിക്ക വന്നുവെങ്കിലും നമ്മൾ അവിടെ പോയ അമേരിക്കയുടെ കാല് പിടിക്കുക, പാദസേവ ചെയ്യുക എന്നുള്ളത് നമ്മുടെ രീതിയല്ല. നമ്മൾ എല്ലാത്തിനെയും മറികടന്ന്, അവരുടെ ഈ കൊളോണിയലിസത്തിനെ എല്ലാം മറികടന്നുകൊണ്ട് സ്വാതന്ത്ര്യപ്രാപ്തിയിലേക്ക് വന്ന ഒരു നാടാണ്. ആ ബ്ലഡാണ് നമ്മുടെ സിരകളിൽ ഓടുന്നത്. അപ്പം നമുക്കൊരിക്കലും അവരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കാൻ പറ്റില്ല. അത്തരത്തിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഭരണകൂടങ്ങൾ ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റു പല താല്പര്യങ്ങൾക്കും വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ജപ്പാനിലേക്ക് ചെന്നിറങ്ങുന്ന നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ ഗായത്രി മന്ത്രങ്ങളും മറ്റു ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉരുവിട്ടുകൊണ്ട് ഗംഭീര സ്വീകരണം നൽകുന്നത്. ഗംഭീര സ്വീകരണം എന്ന് പറഞ്ഞാൽ അതിഗംഭീര സ്വീകരണമാണ് നൽകുന്നത്. എന്തായാലും അവിടെ ഒരു വലിയ വിപണി നമുക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. ഏതാണ്ട് 12.4 കോടിയാണ് ജപ്പാനിലെ ജനസംഖ്യ എന്നുള്ളതാണ് ഒരു അനുമാനം. അതിന് കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, നമുക്ക് കിട്ടുന്ന ഡാറ്റ അനുസരിച്ചിട്ട് അങ്ങനെയാണ്. എന്തായാലും അതിൽ ഏതാണ്ട് 53,000-ന് മുകളിൽ ഇന്ത്യക്കാരുണ്ട് എന്നുള്ളത്. മറ്റ് രാജ്യങ്ങളിലേക്ക് സാധ്യതകൾ തേടി ഇന്ത്യക്കാർ പോകാറുണ്ട്. പക്ഷേ ജപ്പാനിലേക്കും ചൈനയിലേക്കും ഒക്കെ പോകുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇനിയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിലേക്ക് കൂടി നമുക്കുള്ള പോക്കുവരത്തുകൾ, അതായത് നമ്മുടെ ആളുകൾ കുടിയേറുന്നതും അവിടെ പോകുന്നതും ജോലി ചെയ്യുന്നതും അവർക്ക് മുന്നിൽ വിശാലമായ ഒരു ലോകം,
അമേരിക്കയേക്കാൾ വിശാലമായ ഒരു ലോകം തുറന്നിടുക എന്നുള്ള തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകാനുള്ള വഴിയാണ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതിനെല്ലാം നമ്മൾ അമേരിക്കയോട് നന്ദി പറയാം. കാരണം നമ്മൾ ഒരുപക്ഷെ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്കയെ പിണക്കണ്ട എന്നൊക്കെ കരുതി പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. മറിച്ച് ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ കാരണവർ എന്ത് ചെയ്തു? നമ്മുടെ കാരണവര് ഇതല്ല അതുക്കും മേലെ എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലൊരു കാര്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത് സത്യത്തിൽ അമേരിക്കയാണ്. ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് നല്ലതിനാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ചിലത് അപ്പോൾ ഒരു വേദന ഉണ്ടാക്കുമെങ്കിലും പിന്നീട് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുമെങ്കിലും പിന്നീട് അത് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് അനന്തമായ സാധ്യതകളുടെ വാതിലുകളായിരിക്കും. അത്തരത്തിലുള്ള വാതിലുകളാണ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. അതായത് ജപ്പാനുമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു വ്യാപാര ബന്ധവും മറ്റു രീതിയിലുള്ള ബന്ധവും ഒക്കെ അവിടെ തുറന്നു വരാനുള്ള സാധ്യതകൾ തുറന്നിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നത് ചൈനയിലേക്കാണ്. ചൈനയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഷീ ജിൻപിങ് നേരിട്ടാണ്. അപ്പോൾ ഷീ ജിൻപിങ് നേരിട്ട് ക്ഷണിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാധ്യതകളനുസരിച്ച് അവിടെയും നമുക്ക് മുന്നിൽ സാധ്യതകളുടെ വാതിലുകൾ തുറന്നിടുകയാണ്. മാത്രമല്ല ഈ രണ്ട് രാജ്യങ്ങളും പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യങ്ങളാണ്. അവരുടെ പ്രോഡക്ട്സ്, ഗുണമേന്മയുള്ള പ്രോഡക്ട്സും അവരുടെ കമ്പനികളുമൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൂടി വരികയാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ 146 കോടി ജനങ്ങളുടെ ഒരു വിപണി സാധ്യത എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു നിരക്കാണ്. അപ്പോൾ അത്രയും പേരിലേക്ക് അവരുടെ പ്രോഡക്ട്സ് എത്തുകയാണ്. നമ്മൾ ഇപ്പോൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി, നമ്മൾ സ്വദേശി സാധനങ്ങൾക്കെല്ലാം തദ്ദേശീയമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ആരും പറയാതെ തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ പടിക്ക് പുറത്ത് നിർത്തുന്ന രീതിയിലേക്ക് നമ്മൾ സ്വമേധയാ ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വില എന്താണ്. നമ്മൾ അവരുടെ പ്രോഡക്ട്സ് വാങ്ങണമെന്നില്ല. എന്തും ഇന്ന് ഇന്ത്യയിൽ കിട്ടും. എന്ത് സാധ്യതകളുണ്ടോ അതെല്ലാം നമുക്ക് ഒരുപക്ഷെ ഈ 2G ഒക്കെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അതിൽ നിന്ന് നമ്മൾ 6Gയിലേക്ക് നമ്മുടെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരും തരാതിരുന്നിട്ടുള്ള പല സാങ്കേതിക വിദ്യകളുണ്ട്. പക്ഷെ ആ സാങ്കേതിക വിദ്യകളും അത് ഉപയോഗിച്ച് അവരുണ്ടാക്കിയതിനേക്കാൾ വലിയ രീതിയിലുള്ള പ്രതിരോധ ഉപകരണങ്ങളാകട്ടെ ആ സാങ്കേതിക വിദ്യ മറ്റു മേഖലകളിൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉന്നമനമാകട്ടെ, അതെല്ലാം ഇവരൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അപ്പോൾ സാധ്യതകൾ ഏറെയാണ് ഇന്ത്യയിൽ. ഇപ്പം അറിയുന്നവരെല്ലാം, അതായത് നിരീക്ഷകരാകട്ടെ ആരുമാകട്ടെ, അവരെല്ലാം പറയുന്നത് ഇനിയുള്ള ലോകം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ചുറ്റുമുള്ളതായിരിക്കും. സാധ്യതകൾ ഇവിടെയാണ്, ഏറ്റവും അധികം സാധ്യതകൾ ഇവിടെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ടില്ലേ, ഇവരെല്ലാം തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം കൂടി വരും. അതാണ് ഇനി നടക്കാൻ പോകുന്ന ഇനി വരുന്ന കാലത്ത് ഉണ്ടാകുന്നത്. എന്തായാലും ഇവിടെ ഈ പറയുന്നത് പോലെ നമ്മുടെ പ്രധാനമന്ത്രി യാത്രയുടെ 2ാമത്തെ ദിവസം മോദിയും അവിടുത്തെ പ്രസിഡന്റായിട്ടുള്ള ഷിഗരു ഇഷിബയ്ക്കൊപ്പം സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കുന്ന കമ്പനിയിലേക്ക് യാത്ര പോകുന്നുണ്ട്. അവിടെ നിന്ന് ആ സെമി കണ്ടക്ടറുകൾ എത്തിക്കാനും അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഇതുവഴി സാധിക്കും. അവിടെ നമുക്ക് സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അദ്ദേഹം തേടുമെന്നുള്ളതിൽ ഉറപ്പാണ്. അദ്ദേഹം നമ്മൾ ചിന്തിക്കുന്നതിനും ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കുന്നതിനും ഒരു 2 പടി മുമ്പേ ആണ് ചിന്തിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ചിന്തിക്കുന്നത് അത്തരത്തിലാണ്. അപ്പോൾ AI സെമി കണ്ടക്ടറുകൾ ഉൾപ്പെടെയുള്ള പുതിയതും ഉയർന്നതുമായിട്ടുള്ള സാങ്കേതിക വിദ്യകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങളുമായിട്ട് അദ്ദേഹം അവിടെ ചർച്ചകൾ നടത്തും. അത്തരത്തിലുള്ള സാധ്യതകളിലേക്ക് നമ്മുടെ യുവാക്കൾക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നിരീക്ഷണം നടത്തും. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ഉള്ളത് ജപ്പാനിലാണ്. അദ്ദേഹത്തെ വളരെ ഗംഭീരമായ സ്വീകരണം നൽകി ജപ്പാൻ സ്വീകരിച്ചിരിക്കുന്നു. ലോക നേതാവായി മോദി ഉയർന്നു വരുന്നതിന് മറ്റ് സൂചനകൾ കൂടിയാണ് ഇത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം നല്ലൊരു നാളേക്കായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.